guys, finally we hit 1000 followers on Instagram. Actually guys, you know what, adinte vagayitte I just posted a Q&A on Instagram yesterday. So at that time I got a wonderful question. I would say that was a wonderful question, and also I'm so happy about that question. I got that question from one of my juniors. Before that, I'm super duper grateful for each one of you. സത്യം പറഞ്ഞിട്ടല്ലോ, ഞാൻ ഈ ഒരു 1K ഫോളോവേഴ്സ് ആയ സമയത്ത് എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പോയി. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞോളോട് എന്താ പറയുക, ജസ്റ്റ് നമുക്കൊരു ബ്രൗണി വാങ്ങിയിട്ട് 1K ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഷീ വാസ് ലൈക്ക്, ഇത് 1K ആണ്, 10Kയും 100K ഒന്നും അല്ലാന്ന്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എ വെരി വെരി ബിഗ് തിങ് ടു മീ, ബിക്കോസ് ഞാൻ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയത് ഫ്രം 0 എന്നാണ്. വെച്ചാൽ എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട്, അതിലൊരു 800+ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ. എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ എനിക്ക് കുറേ ഫോളോ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ആകെ ആക്സെപ്റ്റ് ആക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പുറത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഞാൻ ആക്സെപ്റ്റ് ആക്കി അതിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോളോവേഴ്സിനെക്കാട്ട് എത്രയോ ഉള്ളത് ആ ഒരു ഫോളോ റിക്വസ്റ്റ് ലിസ്റ്റിലാണ്. ഇപ്പം ഞാൻ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്ട് ആ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക് ആക്കിയിട്ട് അതിലാണ് പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ കുഡ് സ്റ്റാർട്ട് ഫ്രം 2000 ഫോളോവേഴ്സ്. ഐ മീൻ ഓൾമോസ്റ്റ് 2000 ഫോളോവേഴ്സിന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഫ്രം 0. സോ ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് അക്കൗണ്ട് ഫ്രം സ്ക്രാച്ച്. പിന്നെ വേറെ കാരണം വെച്ചാൽ ഈ ഒരു അക്കൗണ്ടിന്റെ ഗ്രോത്ത് വാസ് സോ സ്ലോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഭയങ്കര സ്ലോയിലാണ് ഇതിന്റെ ഗ്രോത്ത് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായത്. ഞാൻ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 year ആയിട്ടുണ്ടാവും. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ് വീഡിയോസ്. ലൈക്ക് എനിക്ക് ഇതുപോലെ സംസാരിക്കുന്ന വീഡിയോസ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നൊക്കെ. എനിക്ക് ആ ഒരു ടൈമിൽ ഫോൺ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 3-4 വീഡിയോസ് അവളെ ഫോണിൽ ചെയ്തു. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ബ്രേക്കെല്ലാം എടുത്തിട്ടാണ് ഈ അക്കൗണ്ട് ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫോൺ വാങ്ങിയ ശേഷം ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ്. പക്ഷേ എന്നിട്ടും ഐ കുഡന്റ് സീ എ സ്പെസിഫിക് ഗ്രോത്ത് ഇൻ ദിസ് അക്കൗണ്ട്. ഐ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിറ്റിസിസം എന്തായാലും വരും. അപ്പം നമ്മളെ സെൽഫിനെ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം. ഇനിയും കുറേ പില്ലേഴ്സ് ഉണ്ട് ഇതിൽ, പക്ഷേ ബേസിക് ആയിട്ടുള്ളത് ഒന്ന് പേഷ്യൻസ്, നമ്മൾ ഗ്രോത്ത് കാണുന്നില്ല വിചാരിച്ചിട്ട് നിർത്തിയിട്ട് പോകാൻ പാടില്ല. പിന്നെ ക്രിറ്റിസിസം എന്ത് തന്നെ വന്നാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.